വിപിൻ ചികയുടെ മൃതദേഹം ഉടൻ തന്നെ നാട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വിപിൻ ചികയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തിയുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ കാണാൻ കേട്ടോ. കുറച്ച് സ്ത്രീകളുടെ വേഷത്തിൽ, സ്ത്രീകളുടെ അണ്ടർഗാർമെന്റ്സ് ഒക്കെ ഇട്ട് വളരെ വളരെ എനിക്കത് വികൃതമായിട്ടാണ് തോന്നി. വികൃതമായുള്ള ഒരു വേഷത്തിൽ നിൽക്കുന്ന കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ കാണാനിടയിൽ. പിന്നീട് പല പല ന്യൂസുകളിലും കണ്ടു ഈ കുട്ടിയുടെ അമ്മായി അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി കുട്ടിനെ പ്രാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഇയാളില്ലാത്തപ്പോൾ അയാളെ തടവി കൊടുക്കണമെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ ഈ പെൺകുട്ടികളോട്, നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്വന്തമായിട്ടൊരു നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, ജോലി ചെയ്യാനുള്ള കഴിവുണ്ട്, ഒരു ജോലി കിട്ടാൻ ഒരുപാടില്ല നാട്ടിൽ വന്നാൽ. അങ്ങനെയുള്ള നിങ്ങളൊക്കെ എന്തിനാണ് ഇതൊക്കെ സഹിച്ച് ഒരു വീട്ടിൽ കടിച്ചു തൂങ്ങി താമസിക്കേണ്ട ആവശ്യം എന്താണ്? നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്ന കല്യാണം കഴിച്ച് ഭർത്താവുമായിട്ട് താമസിക്കുന്നതോ കുടുംബമായിട്ട് താമസിക്കുന്നതോ അല്ല. നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനും നമുക്ക് അന്തസ്സോടെ ജീവിക്കാൻ ഈ ഭൂമിയിൽ നമുക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ നിന്ന് പറയാവുന്നത്. നമ്മളെല്ലാം അനുഭവിച്ച് അതെല്ലാം ഫേസ് ചെയ്തിട്ട് വന്ന ആൾക്കാരാണ്. നമുക്ക് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ നിങ്ങളോട് ഈ എക്സ്പീരിയൻസ് പറഞ്ഞു തരാൻ പറ്റൂ. നമ്മളിതെല്ലാം ഫേസ് ചെയ്താണ്. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ 26 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കുന്നത്. മിക്കവാറും മാക്സിമം കുട്ടികളും പഠിച്ചൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ജോലിയൊക്കെ ആയതിനു ശേഷം എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ പഠിക്കുന്നത്. പഠിച്ചൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം കല്യാണം കഴിക്കുന്നത്. ഞങ്ങളൊക്കെ 18 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ കല്യാണം കഴിച്ച് കുട്ടികളുമായി നമ്മൾ ഇതെല്ലാം ഫേസ് ചെയ്ത് നിവൃത്തിയില്ലാതെ ജീവിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അവിടെ കടിച്ചു തൂങ്ങി ജീവിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വിദ്യാഭ്യാസം ഇല്ലാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് വീട്ടുകാർ കയറ്റുന്നില്ല, കല്യാണം കഴിച്ച് വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ വക്കീൽ ആയതുകൊണ്ട് തന്നെ പല പല കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് വിചാരിക്കണം? സ്വന്തമായിട്ട് ഒന്ന് ഹോസ്റ്റലുണ്ട്, കുട്ടികൾക്ക് ഉൾപ്പെടെ താമസിക്കാൻ പറ്റുന്ന ഹോസ്റ്റലുകളുണ്ട്, വിമൻസ് ഹോസ്റ്റലുകളുണ്ട്. വന്ന് ഒരു 10-50 പവന്റെ സ്വർണ്ണം ഉണ്ടെന്ന് ഒരു 15 പവനെങ്കിലും കല്യാണം കഴിച്ച് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. ഒരു 10 പവന്റെ സ്വർണ്ണം ഇന്ന് ഒരു പവന് 72,000 രൂപ കിട്ടും. ഒരു 3 പവന്റെ ഒരു 5 പവന്റെ സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു പരിപാടി, ഒരു ചെറിയൊരു സംരംഭം തുടങ്ങാം. നിങ്ങൾക്ക് ഹോസ്റ്റലിൽ താമസിക്കാം, ഒരു ചെറിയൊരു കടയോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ജോലി കണ്ടെത്താം. ഒരു കടയിൽ പോയി നിന്നാൽ 7,000 രൂപ 6,000 രൂപ 7,000 രൂപ കിട്ടും കേട്ടോ. ഞാൻ എൻ്റെ സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന 2 മണിക്കൂർ, ഒരു ദിവസം 2 മണിക്കൂർ 2.5 മണിക്കൂർ ജോലി ചെയ്താൽ മതി. പക്ഷെ അവർക്ക് കിട്ടുന്ന 6,500 ഞാൻ മാസം ശമ്പളം കൊടുക്കുന്നത്. വെറും 2 മണിക്കൂർ 12 തൊട്ട് 2 മണി വരെയുള്ള ജോലി. അപ്പോൾ എന്ത് ജോലി ചെയ്താലും ഇന്ന് പെൺകുട്ടികൾക്ക് ജീവിക്കാനുള്ള ഒരു അവസ്ഥയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാണ്ട് എന്ത് കാര്യത്തിനും പെട്ടെന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിക്കാതെ നമ്മൾ ഇതെല്ലാം ഫേസ് ചെയ്ത് എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്ത് ജീവിതത്തിന്റെ മുഴുവൻ എക്സ്പീരിയൻസും കണ്ടിട്ട് വന്നിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പെൺകുട്ടികൾ നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. കാരണം ഇങ്ങനെയുള്ള ഒരു അമ്മായി അച്ഛൻ, ഇങ്ങനെയുള്ള ഒരു മകന്റെ കൂടെ എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ കഴിയുക? നിങ്ങൾ ഇന്ന് മെച്യൂരിറ്റി പ്രായം, നിങ്ങൾക്ക് നല്ല മെച്യൂർഡ്